മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രതിസന്ധി വെളിപ്പെടുത്തിയ ഡോക്ടർ ഹാരിസിനെതിരെ നടപടി. ഡോക്ടർ ഹാരിസിന് ആരോഗ്യവകുപ്പ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. ഹാരിസിന്റെ നടപടികൾ ചട്ടലംഘനമാണെന്ന അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്നാൽ ഹാരിസിന്റെ ചില പരാതികളിൽ കാര്യമുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഹാരിസിനെതിരെ കടുത്ത നടപടിയുണ്ടായാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനൊരുങ്ങുമെന്ന് KGM-CTA അറിയിച്ചു. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങൾ നൽകും. ഷിജോ, ആരോഗ്യവകുപ്പിന് വലിയ വെല്ലുവിളിയുണ്ടാക്കിയ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയ വിവാദം തന്നെയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ഒരു നടപടിയിലേക്ക് കടന്നാൽ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഡോക്ടർമാരുടെ സംഘടനയൊക്കെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ വിവാദം ഒന്ന് കെട്ടടങ്ങിയപ്പോൾ ഒരു പ്രതികാര നടപടിയിലേക്ക് കടക്കുകയാണോ ആരോഗ്യവകുപ്പ്? ദിവ്യ, ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നുപറച്ചിൽ ആരോഗ്യവകുപ്പിനെ ചെറുതായിട്ടൊന്നുമല്ല വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിവിട്ടത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജിലും വലിയ തരത്തിൽ ഉപകരണക്ഷാമമുണ്ട് എന്നുള്ള ആ ഒരു കാര്യം പൊതുജനങ്ങൾ അറിയുകയും ചെയ്തതാണ്. പക്ഷേ പൊതുജനാരോഗ്യ സംവിധാനം പാടെ മോശമാണ് എന്നുള്ള അഭിപ്രായം ആർക്കുമില്ല, അത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനുമില്ല. പക്ഷേ ഈ ഉപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിലടക്കം വലിയ കാലതാമസവും വീഴ്ചയും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത്. അതിന് പിന്നാലെ ആരോഗ്യവകുപ്പ് അത് സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള തുറന്നു പറച്ചിൽ അന്വേഷിക്കാൻ ഒരു 4 അംഗ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അന്വേഷണം നടത്തിയത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവിയും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളും അവിടുത്തെ നെഫ്രോളജി വിഭാഗം മേധാവിയുമായിരുന്നു. അവരുടെ അന്വേഷണ റിപ്പോർട്ട് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പിന് ലഭിക്കുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരായിട്ടുള്ള കുറേയധികം പരാമർശങ്ങളുണ്ട്. അതിനകത്ത് സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ആ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഉള്ളടക്കത്തിൽ ഒന്ന്. മറ്റൊരു കാര്യം, ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയത് സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം കൂടി വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ ഹാരിസ് ചിറക്കലിൽ നിന്ന് വിശദീകരണം തേടാനുള്ള ഒരു ഷോക്കോസ് നോട്ടീസ് ഇപ്പോൾ DME ആരോഗ്യവകുപ്പ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലെ 10:00 DME ഈ ഷോക്കോസ് നോട്ടീസ് ഡോക്ടർ ഹാരിസ് ചിറക്കലിന് നൽകിയത്. ഈ ഷോക്കോസ് നോട്ടീസിന്, കാരണം കാണിക്കൽ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ മറുപടി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹാരിസിന് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷം സസ്പെൻഷൻ പോലെയുള്ള ഒരു കടുത്ത നടപടി, തുടർ നടപടികളും കൂടി ഉണ്ടാകുമെന്ന് തന്നെയാണോ കരുതേണ്ടത്? ദിവ്യ, അങ്ങനെ പ്രതീക്ഷിച്ചാൽ അതിൽ തെറ്റില്ല. കാരണം ഒരു സർവീസ് ചട്ടലംഘനമാണ്, ഗുരുതരമായിട്ടുള്ള സർവീസ് ചട്ടലംഘനം. അതായത് 1960 സർക്കാർ സർവീസ് ചട്ടലംഘനം അദ്ദേഹം ലംഘിച്ചു. ഡോക്ടർ ഹാരിസ് ചിറക്കൽ ലംഘിച്ചു. 56-ാം വകുപ്പ്, 60 ക്ലോസ് A വകുപ്പ്, 62-ാം വകുപ്പ്, സമൂഹ മാധ്യമത്തിലൂടെ തുറന്നുപറച്ചിൽ നടത്തിയതും പരസ്യ പ്രസ്താവന നടത്തിയതുമെല്ലാം സർവീസ് ചട്ടലംഘനമാണ് എന്നുള്ള കാര്യം വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയ ഒരു ഡോക്ടർക്കെതിരെ അല്ലെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ സ്വാഭാവികമായിട്ടും വരുന്ന നടപടി എന്ന് പറയുന്നത് ഒരു നോട്ടീസ് നൽകിക്കൊണ്ട് ആ നോട്ടീസിന് വിശദീകരണം തേടുക. ആ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ ഒരു സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യുക. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ കാര്യത്തിനകത്ത് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് പോകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഒരു താക്കീതിൽ ഒതുക്കി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു സസ്പെൻഷനിലേക്കൊക്കെ പോയാൽ KGM-CTA അടക്കമുള്ള ഡോക്ടർമാരുടെയൊക്കെ സംഘടന വലിയ പ്രതിഷേധത്തിലേക്ക് പോകും. അപ്പോൾ ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെ ആരോഗ്യവകുപ്പിന്റെ മുഖം പാടെ വികൃതമായിരുന്നു. അപ്പോൾ ഒരു നടപടി എടുത്താൽ അത് പ്രതിപക്ഷം കൂടുതൽ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കും. KGM-CTA പ്രത്യക്ഷ സമരത്തിലേക്ക് പോകും. അപ്പോൾ ആരോഗ്യവകുപ്പിന്റെ മുഖം കൂടുതൽ വികൃതമാകുന്ന തരത്തിലേക്ക് നടപടിയെടുത്താൽ പോകുന്ന ഒരു സാഹചര്യം മുമ്പിലുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന് അതൊരു ആയുധം കൂടി കൊടുക്കുന്ന സാഹചര്യമാകും. അതുകൊണ്ട് ഒരു അദ്ദേഹത്തിന്റെ വിശദീകരണം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ നോട്ടീസിന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ത് വിശദീകരണമാണോ നൽകുക, ആ വിശദീകരണം നൽകിയതിനു ശേഷം, അത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അത് തൃപ്തികരമെങ്കിൽ ഒരു താക്കീതിലൊതുക്കി ഇനി ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞൊരു താക്കീതിലൊതുക്കുന്ന ഒരു നടപടിയിലേക്ക് ആരോഗ്യവകുപ്പിന്റെ നടപടി പോകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതിനും അപ്പുറത്തേക്കുള്ള ഒരു സസ്പെൻഷൻ അടക്കമുള്ള ഒരു നടപടിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നില്ല. ഡോക്ടർ ഹാരിസ് പ്രതികരിച്ചിട്ടുണ്ടോ?
അദ്ദേഹം തന്നെയാണ് ഇത്തരം ഒരു നോട്ടീസ് കിട്ടിയ വിവരം പങ്കുവച്ചത്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും അതേക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. ആരോഗ്യവകുപ്പ് തന്നെ അദ്ദേഹത്തിന് ഈ നോട്ടീസ് കൊടുത്തു എന്നുള്ള വിവരവും പങ്കുവച്ചിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം, മാധ്യമങ്ങളിലൂടെയുള്ള മറ്റൊരു പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടില്ല. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രതികരണം ഡോക്ടർ ഹാരിസ് ചിറക്കൽ നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ആ പ്രതികരണം നടത്തിയാലും അദ്ദേഹം കുറേയധികം മിതത്വം പാലിച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇനിയിപ്പോൾ വാക്കുകൾ അദ്ദേഹം പ്രയോഗിക്കുക. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യത്തിനകത്ത് ഇപ്പോഴും അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നുള്ള സ്റ്റാൻഡ് അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. കാരണം താൻ പറഞ്ഞത് സിസ്റ്റത്തിനെതിരാണ്, ബ്യൂറോക്രസിക്കെതിരെയാണ്, അതല്ലാതെ സർക്കാരിനെതിരെയോ മന്ത്രിക്കെതിരെയോ താൻ ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങളുണ്ട്, ആ ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങൾ മാറണം, അതിനകത്ത് ഇപ്പോഴും താൻ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം, ഈ ഷോക്കോസ് നോട്ടീസ് കിട്ടിയതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നേരിട്ട് ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കുറച്ച് സമയത്തിനകം അദ്ദേഹം പ്രതികരിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഇനി പ്രതികരിക്കാനുള്ള സാധ്യതയും കുറവാണ്. കാരണം ഇനിയിപ്പോൾ പ്രതികരിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നുള്ള നിലപാട് അദ്ദേഹം സ്വീകരിച്ചേക്കാം. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. അദ്ദേഹം എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും ഈ നോട്ടീസിന് അദ്ദേഹം വിശദീകരണം നൽകും എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവ്യ. യെസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് മൂലം ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്നായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ വെളിപ്പെടുത്തിയത്. അത് ആരോഗ്യവകുപ്പിന് വലിയ പ്രതിച്ഛായ നഷ്ടമടക്കം ഉണ്ടാക്കിയതും വലിയ വിവാദമാവുകയും ചെയ്തതാണ്. അതിലാണ് ഇപ്പോൾ ഡോക്ടർ ഹാരിസിന് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഷിജു കുര്യൻ നൽകിയത്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.